മലയാളി ക്രിയേഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ രാവിലെ കാപ്പി കുടിച്ചതിന് ശേഷം 1-2 ആവശ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യമായി പോസ്റ്റ് ഓഫീസിൽ നിന്ന് കയറണം, ATM കാർഡ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് മേടിച്ചതിന് ശേഷം സിലിണ്ടർ എടുക്കണം, പിന്നെ വേറൊരു ആവശ്യം കൂടിയുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ കമ്പനിയിൽ നേരിട്ട് ചെന്ന് എടുക്കാമെന്ന് വിചാരിച്ചാണ് പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഗ്യാസ് വണ്ടി കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് സിലിണ്ടർ എടുക്കാനായിട്ട് പറ്റി. പിന്നെ അതിനുശേഷം പോകുന്നത് ചെറിയൊരു ആഘോഷമുണ്ട്. കൊച്ചുമോൻ്റെ പിറന്നാളായപ്പോൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാനായിട്ടാണ് ഞങ്ങൾ പോകുന്നതേ ഇരിക്കുന്ന സ്ട്രോബെറിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ആദ്യമായിട്ടാണ് ഈ ബേക്കറി ഞങ്ങൾ മേടിക്കുന്നത് കേട്ടോ. ഇത് വേറെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ഞങ്ങൾ വന്നതാണ്. പൊതുവെ എല്ലാ ബേക്കറികളിൽ നിന്നും അപേക്ഷിച്ച് ഇവിടെ കേക്കിന് റേറ്റ് കുറവാണ്. പിന്നെ ഡെക്കറേഷന് വേണ്ടിയുള്ള ബലൂണും അതുപോലെ തന്നെ ബർത്ത്ഡേ തൊപ്പിയും മിഠായിയും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഡെക്കറേഷന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെയുണ്ട്. ഇതൊക്കെ ഓരോരുത്തർ ഓർഡർ ചെയ്തിരിക്കുന്ന കേക്കുകളാണ് കേട്ടോ. അപ്പം പറഞ്ഞു. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് നെടുമങ്ങാട് കുളവിക്കോണത്താണ് ഈ ഷോപ്പ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പോകാമെന്ന് വിചാരിച്ചപ്പോൾ നല്ലൊരു മഴ പെയ്തു. പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഒരു മഴയായിരുന്നു കേട്ടോ. എങ്കിലും സാരമില്ല, എങ്ങനെയെങ്കിലും ഞങ്ങൾ വണ്ടിയിൽ കയറിയതിന് ശേഷം നല്ല മഴയായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് ചായ കുടിച്ചിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ചായയും പിന്നെ വാഴയ്ക്കപ്പവും ബജിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബജിയും വാഴയ്ക്കപ്പമൊക്കെ വാങ്ങിച്ചു. നല്ല ചായയായിരുന്നു കേട്ടോ. എന്തോ ആ മഴയുടെ തണുപ്പൊക്കെ കൊണ്ട് നല്ല ചായയായിരുന്നു. അപ്പോൾ ചായ കുടിച്ച് വാഴയ്ക്കപ്പവും ബജിയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും പോവുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു വലിയ ആഘോഷമൊന്നുമില്ല, എങ്കിലും എല്ലാ ദിവസവും വീട്ടിൽ ചെറിയ സദ്യ ഒരുക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ വിചാരിച്ച് ഇന്ന് എന്തായാലും ഒന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയത്. പക്ഷേ പെട്ടുപോയി. കാരണം എന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു. പിന്നെ മക്കളെ കൊണ്ട് കയറാനും ഉണ്ട്. റോഡ് മൊത്തം വെള്ളമൊക്കെ ആയിരുന്നു. ഈ റാന്തൽ റെസ്റ്റോറൻറ്റിൽ നിന്നൊന്ന് കഴിക്കണം എന്ന് വിചാരിച്ചാണ് വന്നത്. പിന്നെ അത് പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പാഴ്സൽ മേടിച്ച് കേട്ടോ. അപ്പോൾ മേടിച്ചിട്ടുണ്ട്. വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കാമല്ലോ. പോകുന്ന വഴിക്കൊക്കെ നല്ല മഴയായിരുന്നു, തോരാത്തൊരു മഴയായിരുന്നു കേട്ടോ. നിങ്ങൾ അങ്ങോട്ടൊക്കെ മഴയുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷം ഇതേ കണ്ടില്ല, മഴ കറണ്ടും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കുഴിമന്തി കഴിക്കണമെന്ന്. പിന്നെ നെയ്ച്ചോറും മേടിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ഹാഫ് ചിക്കൻ ഫ്രൈയും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ കൊച്ചുമോൻ കഴിച്ചില്ലെങ്കിലോ എന്ന് കരുതി. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് രാവിലെ പായസം വെച്ച് കൊടുത്തായിരുന്നു, അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും വാങ്ങിച്ചുകൊണ്ടൊന്ന് വീട്ടിൽ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കുഴിമന്തി കഴിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങളെല്ലാവരും അപ്പോൾ അത് സന്തോഷത്തോടെ ഇരുന്ന് കഴിച്ചും. പിന്നെ ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. ചേച്ചിയുടെ മക്കളും കൂടിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബലൂണൊക്കെ തൂക്കി അതായത് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബർത്ത്ഡേ കുട്ടി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ബർത്ത്ഡേ കേക്ക് കാണണ്ടേ? ഇതായിരുന്നു കേക്ക്. നേരത്തെ അന്ന് ബേക്കറിയിൽ നിന്നാണ് ഞങ്ങൾ മേടിച്ചത് കേട്ടോ. സ്ട്രോബെറി ഫ്ലേവറാണ് മേടിച്ചത്. ഹാപ്പി ബർത്ത്ഡേ സോദിഷ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ തുടർന്ന് നിങ്ങളെല്ലാവരും കാണുക. കത്തിച്ച് വെച്ച് മോന് ഊതി അണയ്ക്കാൻ ഇത്തിരി പാടുപെട്ടു കേട്ടോ. കുഞ്ഞല്ലേ, അപ്പോൾ അവന് ഒറ്റയ്ക്ക് തന്നെ ഊതി അണയ്ക്കണമല്ലോ. അപ്പോൾ അതിന് ശേഷം ബർത്ത്ഡേ പാട്ടൊക്കെ ഞങ്ങളൊന്ന് പാടി. ഞങ്ങൾ വീട്ടിലുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പുറത്തൊന്നും ആരും വന്നിട്ടില്ല. ഒക്കെ വാങ്ങിച്ചു. ആദ്യം അവൻ്റെ ചേട്ടൻ തന്നെയാണ് കേക്കൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ അതിന് ശേഷം വീണ്ടും ഞങ്ങളെല്ലാവരും കേക്ക് കഴിച്ചു. നല്ല കേക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്ട്രോബെറിയുടെ കേക്ക് അങ്ങനെ മേടിച്ചിട്ടുമില്ലായിരുന്നു. നല്ല കേക്കായിരുന്നു. പിന്നെ അതിനുശേഷം തൻ്റെ മിനിക്ക് ചില പരിപാടികളും അതൊക്കെ കുട്ടികളുടെ ഓരോ പരിപാടികളായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ഫാമിലി ഇപ്പോൾ 1K കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞു. പിന്നെയുള്ള മെയിൻ ആഘോഷമായിരുന്നു ഇതേ കണ്ടില്ലേ, ബലൂണൊക്കെ എന്ത് ചെയ്യുക, പെരുക്കിയതിനെ കാട്ടിയും ഇതാണ് അത് പൊട്ടിച്ചു അതിനെല്ലാം അവിടെ എല്ലാം ഇതാക്കുക എന്നത്. അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ അതിന് ശേഷം മോന് വെച്ചെടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.